ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും Vyas ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു പുതിയ വീഡിയോയുടെ സാധനം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സോങ് കേൾക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ റിംഗ് ടൂണോ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ കേട്ടാൽ ആ സോങ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഞങ്ങളൊരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ മുന്നോട്ട് കാണുക, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ചെറിയ നമ്മുടെ എന്തെങ്കിലും ചെറിയ നമുക്ക് ഡൗട്ടുകളൊക്കെ പെട്ടെന്ന് സോങ് റിംഗ് ടൂണൊക്കെ വരുമ്പോൾ ഇത് ഏതാണ് അറിയാൻ പറ്റുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഏത് സോങ്ങിൻ്റെ ആണെന്ന് അറിയാനും ഏത് മൂവിയുടെ പാട്ട് അങ്ങനെ റിംഗ് ടൂൺ ഏതാണ് അങ്ങനെയുള്ള കൂടുതൽ വിവരം അറിയാൻ പറ്റും. അപ്പോൾ വീട്ടിലോട്ട് പോയാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓഡിയോ ഫൈൻഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ SHZAM ലൈറ്റ്, ഞാനിപ്പോൾ അതിൻ്റെ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ MB കാണത്തുള്ളൂ. നമുക്ക് ഡിസ്കവർ മ്യൂസിക് വെച്ചാൽ നമ്മൾ ഒരു മ്യൂസിക്കിൻ്റെ കുറച്ച് ഭാഗം കേൾക്കുക, അല്ലെങ്കിൽ ഒരു റിംഗ് ടൂണോ അങ്ങനെ ചെറിയ ഭാഗങ്ങൾ കേട്ടാൽ ഉടനെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ചെറിയ പാട്ടുകൾ കേട്ടാൽ നമുക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴി ഇതിനെ 2 തരം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വേർഷനായിട്ട് വലിയ സൈസിലും, ഇത് രണ്ടാമത്തെ ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൈറ്റാണ് മതി, ഇതാണ് ലാഭം, MB ലാഭമാണ്, വർക്കിങ് നല്ല ഉപകാരപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് റിംഗ് ടൂൺ വെച്ച് കേൾപ്പിച്ച് തരാമെന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കറൻ്റ് റെക്കോർഡിങ് ഓഡിയോ ഇറ്റ്സ് നോട്ട് ഏബിൾ ടു റെക്കോർഡ് റൈറ്റ് നൗ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓഡിയോ വെക്കുവാണെങ്കിൽ അത് അവർ ഐഡൻറ്റിഫൈ ചെയ്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു പാട്ട് എക്സാമ്പിൾ ഇത് ഉപയോഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ടച്ച് ടു ശ്വാസം എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ജസ്റ്റ് അനങ്ങുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് കണ്ടോ. അതേ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ ലിസണിങ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഐഡൻറ്റിഫൈഡ് അത് ഏത് മൂവിയാണോ അല്ലെങ്കിൽ അത് ഏത് സോങ് ആണെന്ന് ഇവർ പെട്ടെന്ന് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ ഉപകാരപ്പെടുന്നു തീർച്ചയായിട്ടും തോന്നുന്നു. അപ്പം നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇങ്ങനെ എത്ര ഉള്ളൂ വളരെ. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് സെക്കൻഡുകളിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ നല്ലോണം കൊണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ എല്ലാ വീഡിയോസും ഞങ്ങളുടെ നിന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.